ഇതാ കടയിൽ നിന്നാ? ഏത് കടയിൽ നിന്ന്? അന്നൊരു ദിവസം അച്ഛൻ മേടിച്ചോണ്ട് വന്നില്ലേ? എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിനും അതേ ടേസ്റ്റ്. അവിടുന്നാണോ ഇത് വാങ്ങിയേ? എടോ, താൻ ഈ വീട്ടിൽ വന്നിട്ട് 10 വർഷമായി. ഇത്രയും നാളുകൊണ്ട് നമുക്ക് പരസ്പരം അറിയാം. ഇന്ന് വരെ തനിക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? പറയടോ. ഇല്ല. എന്നാ ഇതിനും തന്നെ ഞാൻ നിർബന്ധിക്കില്ല. അച്ഛാ, അതെന്തിനാ കീറിക്കളഞ്ഞ്? കഷ്ടമുണ്ട് അച്ഛാ. ഇനി ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് പറയും? സാരമില്ല, മോള് വിഷമിക്കണ്ട. ദൈവം അനുവദിച്ചാ നമുക്ക് പിന്നീട് ഒരിക്കൽ പോവാം. മോളൊക്കെ അറിയില്ലേ? അമ്മ എന്നെ തൊടണ്ട. ഞാൻ ഇനി അമ്മയോട് മിണ്ടില്ല. ശമ്പളം കിട്ടിയതിന്റെ ചെലവല്ലേ? കുട്ടികൾക്ക് നിർബന്ധമായിരുന്നു. വല്ലപ്പോഴല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കുന്നേ. ഇനി എല്ലാ മാസവും അമ്മയ്ക്ക് ശമ്പളം കിട്ടുമ്പോ കുഴിമന്തി വാങ്ങിക്കണം. അടുത്ത തവണ എനിക്ക് ബിരിയാണി വേണം. എന്തൊരു ബഹളാടിയത്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ചെലവാക്കി കളയരുത്, കേട്ടല്ലോ? മതി 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 മതി. അയ്യോ, എന്തോ ആടിയത്? ഒരു കോഴി മുഴുവനോടെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുവോ? ഓ, ഇതിനൊക്കെ ഇത്ര വലിയ ടേസ്റ്റ് ആണോ? അത് അമ്മമ്മ കുഴിമന്തി തിന്നാത്തോണ്ടാ. ഒരു ദിവസം തിന്നാ പിന്നെ അമ്മൂമ്മ എപ്പോഴും കഴിക്കും. ഓ അയ്യോ, എനിക്കൊന്നും വേണ്ടേ. ഓ, എനിക്കിതിന്റെ ഒന്നും മണം പോലും പിടിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകം മഷ്റൂം ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അതെന്തോന്നാ? അമ്മേ, മഷ്റൂം എന്ന് പറഞ്ഞ കൂൺ ബിരിയാണി. ഓ, ആ. വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ ഇങ്ങനെ ഒരു സന്തോഷം നല്ലതാ. അമ്മേ, ഇതാ കടയിൽ നിന്നാ? ഏത് കടയിൽ നിന്ന്? അന്നൊരു ദിവസം അച്ഛൻ മേടിച്ചോണ്ട് വന്നില്ലേ? എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ഇതിനും അതേ ടേസ്റ്റ്. അവിടുന്നാണോ ഇത് വാങ്ങിയേ? ഇപ്പൊ അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ എടി പൊടി വിളിക്കാൻ താൻ ആരാടോ? അതിനുള്ള മറുപടി നിന്റെ കഴുതി കിടക്കുന്ന ഈ താലി പറയും. ഇതിന്റെ ബലത്തിൽ ഇവിടെ കയറി വന്ന് എന്നോട് അധികാരം കാണിക്കണ്ട. ഇതിനുള്ള അവകാശം ഇനി നിനക്കില്ല.
അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തെ? സച്ചേച്ചനോട് വഴക്കിട്ടോണ്ടാണോ? അച്ഛൻ ഇനി നമ്മളെ കാണാൻ വരില്ലേ അമ്മേ? ഇവിടെ കേറി വന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, നീ രണ്ടു കാലം ഇവിടുന്ന് നടന്നു പോവില്ല. നീ എന്തിനാ എന്നെ കൊല്ലുവോ? എന്നാ കൊല്ലടാ. നിന്നെ കൊല്ലുന്നതേ ഒരു ചാവാലിപ്പട്ടിയെ കൊല്ലുന്ന പോലെയാ. പക്ഷെ പേ പിടിച്ച നിന്നെ കൊല്ലാതെ ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടില്ലെന്ന് വന്നാ നിന്നെ തീർക്കാനും എനിക്ക് മടിയില്ല. ഓടാ. അച്ഛൻ ഇപ്പൊ എവിടെയാ അമ്മേ? അമ്മു മിണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും വേണ്ട, മനസ്സിലായി നിനക്ക്? അമ്മ എന്താ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ അച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചേ? നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. ആരുടെ അച്ഛൻ? ഏതച്ഛനടി? നിനക്കിവിടെ അച്ഛനും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. മേലിൽ ആ വാക്കി നാക്കൊണ്ട് ഉച്ചരിച്ചു പോയാ നിന്നെ അടിച്ചാൽ ശരിയാക്കും. മോളെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോ. അതിരെ നീ എന്തായി പറയുന്നേ? അവള് കുഞ്ഞല്ലേ, അവൾക്ക് എന്തെങ്കിലും അറിയോ? നീ എന്തിനാ മോളോട് തട്ടിക്കയറുന്നേ? സ്വന്തം കുഞ്ഞിനോട് ഇങ്ങനെയുണ്ട് പെരുമാറുന്നേ? അവൾ അവളുടെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ എന്താടി തെറ്റ്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? ഇവളുടെ അച്ഛൻ നമ്മളെല്ലാം ചതിച്ചിട്ട് അങ്ങ് പോയെന്ന് പറയണോ? എനിക്ക് പേര് കേൾക്കുമ്പോ തന്നെ കളി കയറും ഉള്ളില്. ഒരു തെറ്റും ചെയ്യാത്ത എന്നെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ഈ കുടുംബത്തിന്റെ ശത്രുവിന്റെ കൂടെ പോയതാ ഇവളുടെ അച്ഛൻ. ഇതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിട്ടാ ജോലിക്ക് പോകുന്നേ. എന്നിട്ടും എന്റെ സ്വന്തം വീട്ടിൽ പോലും എനിക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. അതിരെ ഒന്ന് നിന്നേ. മോൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ അതിങ്ങനെ കാര്യം വെക്കണോ? ഇവളാണോ അതോ നീയാണോ ഇവിടുത്തെ കുട്ടി? ഉള്ളിലെ വേദന പുറത്ത് കാണിക്കാതെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി സച്ചേട്ടാ. മനഃപൂർവ്വം ഞാൻ ആ പേര് മറക്കാൻ ശ്രമിക്കുക. പിന്നെ എന്റെ മനസ്സമാധാനം കളയാനായിട്ട് എനിക്ക് വയ്യ സച്ചേട്ടാ. മോളെ ആദി അമ്മ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. ഞാൻ കഴിക്കുന്നില്ല. അമ്മുക്കുട്ടി, അമ്മ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. മക്കളെ എന്തൊരു കഷ്ടമായത്.